നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയം ഞാനിവിടെ പറയട്ടെ. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഓരോ ഉമ്മമാരും ഉപ്പമാരും വളരെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. നമ്മൾ സ്നേഹിക്കുന്ന, വാത്സല്യപൂർവം താലോലിച്ച് വളർത്തുന്ന നമ്മുടെ പിഞ്ചോമനകളില്ലേ, അവരിന്ന് റീൽ യുഗത്തിലേക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ട്. മാത്രമല്ല, ആ റീലിൽ കാണുന്ന ഓരോ വ്യക്തിയെയും അനുകരിച്ച് അതുപോലെ നമ്മളിലേക്ക് എടുത്തു ചാടുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മാതാപിതാക്കളെ അനുസരിക്കാത്ത, അധ്യാപകന്മാരെ അനുസരിക്കാത്ത മക്കൾ ഇങ്ങനെ വളർന്നു വരികയാണ്. കാരണം നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഈ റീൽ വീഡിയോകൾ കണ്ട് പഠിച്ചതാണെന്ന് തന്നെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇപ്പോൾ റീൽ യുഗത്തിൽ ആറാടിക്കൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികളുണ്ട്. കോയയും കുഞ്ഞാപ്പൂവും എന്ന നാമധേയത്തിൽ. എന്താണ് അവരുടെ വീഡിയോയിൽ അവർ ജനങ്ങളിലേക്ക് കൈമാറുന്നത്? നന്മയാണോ അതോ തിന്മയാണോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. കാരണം അവർ ചെയ്യുന്ന ഓരോ വീഡിയോയിലും ഒന്നെങ്കിൽ മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കളായിട്ടും, അല്ലെങ്കിൽ മക്കളുടെ തിന്മകൾക്ക് വഴങ്ങുന്ന മാതാപിതാക്കളായിട്ടും, അതുപോലെ അവിഹിത ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സൂചനകളായിട്ടും, അല്ലെങ്കിൽ പ്രണയത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകളായിട്ടുമാണ് അവർ പ്രത്യക്ഷപ്പെടുന്നത്. ഇതൊക്കെ നമ്മുടെ മക്കളുടെ ചിന്തകളെ താളം തെറ്റിക്കുന്ന അവസ്ഥകളല്ലേ. മാത്രമല്ല, കുറച്ച് ദിവസത്തിനുള്ളിൽ 14 വയസ്സുള്ള തൻ്റെ മകൻക്ക് ഫോൺ കൊടുക്കാത്തതിൻ്റെ പേരിൽ ഉമ്മയെ വെട്ടിപ്പരുക്കേൽപ്പിച്ചില്ലേ. ഇതിനും കാരണം മൊബൈൽ ഫോണല്ലേ. അല്ലാഹു തആല നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെയും ഇങ്ങനത്തെ അവസ്ഥകളിൽ നിന്നെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ.